അഭിമാന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ജോഷിത മീഡിയ വണിനോട് 2 വർഷത്തെ കാത്തിരിപ്പും പ്രയത്നവുമാണിത്. വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും KCAക്കും നന്ദി. കുടുംബവും പരിശീലകരുമാണ് നേട്ടങ്ങൾക്ക് പിന്നിൽ. ഇന്ത്യൻ സീനിയർ ടീമിലെത്തുകയാണ് ലക്ഷ്യമെന്നും ജോഷിത മീഡിയ വണിനോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് കുറെ ഇപ്പോ ഫസ്റ്റ് നജില കളിച്ചു, അത് വേൾഡ് കപ്പ് അടിച്ചപ്പോ തന്നെ നമ്മളോട് എല്ലാവരോടും പറയുന്ന കാര്യം അതാണ്, വേൾഡ് കപ്പ്, അടുത്ത വേൾഡ് കപ്പ് കയറണം, ടീമിൽ കയറണം, വേൾഡ് കപ്പ് എടുക്കണം. അപ്പൊ അതന്നെയായിരുന്നു ആഗ്രഹം. ഒരു 2 വർഷമായിട്ടുള്ള പ്രയത്നമാണിത്. ഒരുപാട് സന്തോഷം. ഇപ്പൊ ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. ലാസ്റ്റ് മാച്ചില് വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഒരുപാട് സന്തോഷം. ലെവലിൽ ഇറങ്ങാൻ, ഫൈനൽ മാച്ചിൽ ലെവലിൽ ഇറങ്ങി ടീമിന്റെ കൂടെ നിന്ന് കളിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സ് കണ്ടപ്പോ ഞങ്ങള് ഫസ്റ്റ് ഒരു 6 ഓവർ ഒന്ന് കയ്യിന്ന് പോയി, പക്ഷെ ഇല്ല, തിരിച്ചു പിടിച്ചു. ഞങ്ങളുടെ സ്പിന്നേഴ്സ് ആണെങ്കിൽ അവർ തിരിച്ചു പിടിച്ചു. പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് ആയപ്പോഴത്തേക്കും ഏകദേശം ഉറപ്പായി, ഈ കപ്പ് നമ്മുടെ കയ്യിൽ തന്നെ ഒരു ഉറപ്പായി. വേൾഡ് കപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു 6 മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഓരോ ക്യാമ്പുകള് എന്ന് പറഞ്ഞിട്ട്, ഓരോ മാച്ചസുകളും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. അങ്ങനെ എല്ലാരും എല്ലാവരുടെയും ഫീലിങ്സ് മനസ്സിലാക്കുന്ന പോലെയാണ്. ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ തന്നെ എനിക്ക് ഏറ്റവും ഉള്ള കോൺഫിഡൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ 9 നല്ല ഫീൽഡേഴ്സും ഒരു നല്ലൊരു കീപ്പറും എനിക്ക് അവിടെ നിൽക്കുന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഞാൻ ബോൾ എറിയുമ്പോൾ എനിക്കറിയാം, ഞാനൊരു ബാഡ് ബോൾ എറിഞ്ഞാൽ അവരത് എനിക്കൊരു ഗുഡ് ബോൾ ആക്കി തരുന്നുള്ളത് എനിക്കറിയാം. അതൊക്കെ തന്നെ. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ, ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ കളിക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല നല്ല ഓർമ്മകളാണ് അവർ തന്നിട്ടുള്ളത്. ഈ കൃഷ്ണഗിരിയിലെ ക്യാമ്പും അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ ആളുകളുടെ സമീപനവും വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെയും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പിന്തുണ എത്രമാത്രം ജോഷിതയുടെ ഈ വളർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്? അവര് തന്നെയാണ് ഞാൻ ഇത്ര എത്താൻ കാരണം. അവര് തന്നെയാണ്. മച്ചാൻ സാർ ഞങ്ങൾക്ക് അക്കാഡമിക് ചെയ്യുന്ന ഓരോ ഹെൽപ്പ് മച്ചാൻ സാറാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ടെല്ലാം ചെയ്തു തരുന്നത്. പിന്നെ ഞങ്ങളുടെ കോച്ചസ്, അവരെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ദീപ്തി യൂസും ജസിൻ സാറും. പിന്നെ അക്കാഡമി തന്നെ, വയനാട് ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അക്കാഡമി തന്നെ. ഞാൻ അവിടെയാണ് വളർന്നു വന്നത്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, പറഞ്ഞാലും തീരില്ല. കാരണം ഞാൻ അവിടെ നിന്ന് കളിച്ചതായിട്ടാണ് ഇവിടെ വരെ എത്തിയത്. എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്ന അമൽ സാറാണ്. അമൽ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്, പറഞ്ഞാൽ തീരില്ല. എടുത്തു പറയാൻ കുറെ പേരുണ്ട്. അക്കാഡമി നോക്കുന്ന റീന മാം ആയാലും കോച്ചസ്, എല്ലാരും തന്നെ. ഞാൻ ഇന്നിപ്പോ ഇവിടെ എത്തി നിൽക്കണമെങ്കിൽ എല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്ത കുറെ പേരുണ്ട്. എന്റെ പാരന്റ്സ് ആയാലും അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവരില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല. അക്കാഡമി, എനിക്ക് തോന്നുന്നു അക്കാഡമി തന്നെയാണ് അതിൽ കൂടുതലും പങ്കുവഹിക്കുന്നത്. തോന്നുന്നു നാസർ മച്ചാൻ സാറും ഇവരൊക്കെ തന്നെയാണ് കൂടുതൽ പങ്കുവഹിക്കുന്നത്. ഒരു 6 മാസം മുമ്പ് എന്നോട് ചോദിക്കുകയായിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം ഇതായിരുന്നു, 19 വേൾഡ് കപ്പിൽ മെയിൻ ലെവലിൽ കളിച്ച് നല്ലൊരു പ്ലെയർ ആയിട്ട് കാണിക്കണം. അത് ഞാൻ ചെയ്തു. വേൾഡ് കപ്പ് എനിക്ക് ഞങ്ങൾ കൊണ്ടുവന്നു, ഇന്ത്യ കൊണ്ടുവന്നു. ഇനി അടുത്ത ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ WPL-ലേക്കാണ് ഞാൻ പോകുന്നത്. WPL ഇതേപോലെ തന്നെ ലെവലിൽ കളിച്ച് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അതിലൂടെ ഇന്ത്യ സീനിയർ ടീമിൽ എത്തണം എന്നുള്ളതാണ് ആഗ്രഹം. പെൺകുട്ടികൾ മുന്നോട്ട് കയറി വരികയാണ്. മിന്നുമണി വന്നതിന് ശേഷം, സജിന വന്നതിന് ശേഷം, ഇപ്പോഴത്തെ ജോഷിത വന്നതിന് ശേഷം, ബാറ്റും ആശാശോഭന വന്നതിന് ശേഷം, ബാറ്റും ബോളും കയ്യിലെടുത്താൽ ഞങ്ങൾക്കും ടീമിൽ ഇടമുണ്ടെന്ന് കേരളത്തിലെ പെൺകുട്ടികൾക്ക് വലിയ ധൈര്യം നൽകുന്നതാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി പോന്നോളൂ എന്നാണ്. അതെ, അതന്നെ പറയുള്ളൂ. ധൈര്യമായിട്ട് കയറി പോന്നോളൂ. നമുക്കുള്ള വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അത് കാണാനും അതിലൂടെ കയറി പോകാനുള്ളത് മാത്രം ഉണ്ടായാൽ മതി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുകയാണ്. മഹേഷ, നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ജോഷിതയുടെ പ്രകടനം, നേട്ടം വലിയ അഭിമാനം തന്നെയാണ്. ഇനി സീനിയർ ടീമിൽ കളിക്കുകയാണോ ജോഷിതയുടെ ലക്ഷ്യം? യെസ്, തീർച്ചയായും വലിയ സന്തോഷത്തോടു കൂടിയാണ് ജോഷിത സംസാരിച്ചതും ജോഷിതയോട് നമ്മൾ സംസാരിച്ചതും. കാരണം ഈ നേട്ടത്തിന് ശേഷം ജോഷിതയുടെ ആദ്യ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ആദ്യമായി പ്രതികരിക്കുന്നത് മീഡിയ വണ്ണിലൂടെയാണ്, മീഡിയ വൺ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഒപ്പം ജോഷിത പറഞ്ഞത് തന്നെയാണ്, സീനിയർ ടീമിൽ എത്തുകയാണ് ലക്ഷ്യം. അപ്പോഴും താൻ കടന്നു വന്ന വഴികളിലെ പരിശീലകരെയും ആ ക്യാമ്പ് നടത്തുന്ന ആളുകളെയും, ഒപ്പം വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനെയും അതിൻ്റെ തലപ്പത്തുള്ള നാസർ മച്ചാനെയും, ഒപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷനെയും ഒക്കെ ഓർത്തെടുത്ത് എൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ ഇവരാണ് എന്ന് പറയുകയാണ്. ജോഷിതയെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ലോകകപ്പ് നേടിയ
കേരളത്തിൽ നിന്നുള്ള ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിലുള്ള കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത എന്ന് നമുക്ക് ജോഷിതയുടെ പേര് അടയാളപ്പെടുത്തേണ്ടി വരും. സഞ്ജു സാംസണും എസ് ശ്രീശാന്തും സുനിൽ വാത്സനും ഒക്കെ ആ പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും ആദ്യ വനിത എന്നുള്ള പേര് ജോഷിതയുടേതാണ്. ജോഷിത നാളെ തിരികെ എത്തും. കൃഷ്ണഗിരിയിൽ വലിയ സ്വീകരണം വയനാട്ടുകാർ ജോഷിതയ്ക്ക് ഒരുക്കാൻ പോവുകയാണ്. നാളെ വൈകിട്ട് 3 മണിയോട് കൂടി തന്നെ തിരിച്ചെത്തും എന്നാണ് ജോഷിത പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ജോഷിതയുള്ളത്. 6 വിക്കറ്റുകൾ ഈ ടൂർണമെന്റിൽ ഉടനീളം ജോഷിത നേടി. സെമിയിലും ഫൈനലിലും മാത്രം ഒരല്പം റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിലെ മത്സരങ്ങളിൽ ഇന്ത്യക്ക് അനായാസമായി വിജയങ്ങൾ സമ്മാനിച്ചത് ജോഷിതയുടെ ബോളിംഗ് പെർഫോമൻസ് കൂടിയാണ്. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ മത്സരത്തിൽ 5 റൺസ് വഴങ്ങി 2 നിർണായക വിക്കറ്റുകൾ ജോഷിത വീഴ്ത്തി. വളരെ കൃത്യമായ ലൈനും ലെങ്ത്തുമുള്ള വളരെ അക്യുറസ് ആയിട്ടുള്ള ഒരു ബൗളറാണ്, ഒരു പേസ് ബൗളറാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് ജോഷിതയ്ക്ക് സഞ്ചരിക്കാനുണ്ട്. ഉറപ്പാണ് ഒരു പക്ഷേ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന മൂന്നാമത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്ന അടുത്ത പെൺകുട്ടി ആര് എന്നുള്ള ചോദ്യത്തിന് ജോഷിതയുടെ പേര് നമുക്ക് അധികം വൈകാതെ പറയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉയരങ്ങളിലെത്താൻ ജോഷിതയ്ക്ക് കഴിയും, ഉറപ്പാണ്. അതിനുള്ള വലിയൊരു സാഹചര്യങ്ങളും പിന്തുണയും ഒക്കെ ജോഷിതയ്ക്കുണ്ട്. എന്തായാലും ജോഷിതയുടെ നേട്ടത്തിൽ നമുക്കും അഭിമാനിക്കാം. മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്.